അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നു സുനിയമ്മയുടെ ബർത്ത്ഡേ ട്രീറ്റ്. എല്ലാ വട്ടത്തെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങുന്നു, കട്ട് ചെയ്യുന്നു, ബാക്കി കഴിക്കാൻ വേണ്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു. 2 ദിവസം എടുത്ത് കഴിയുമ്പോൾ അതെടുത്ത് അയ്യത്ത് കളയുന്നു. ഇതാണല്ലോ പതിവ്. പതിവൊന്നും തെറ്റിക്കണ്ടല്ലോ, കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞാനൊരു എന്തായാലും ചിന്നു കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ആലോചിച്ച് വെറുതെ എന്തിനാ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ചീത്തയാക്കി കളയുന്നത്, എന്നാ പിന്നെ പുറത്തു പോയി ഫുഡ് കഴിച്ചാൽ. എല്ലാ വട്ടം പോലെ കേക്ക് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കും സുനിയമ്മ ഇനി കേക്ക് കട്ടിങ് ഒന്നും ഇല്ലായിരിക്കുമെന്ന് സുനിയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. അച്ഛനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പുറത്തുനിന്നാ ഫുഡ് കഴിക്കുന്നതെന്ന്. അപ്പോൾ തോന്നുന്നു സുനിയമ്മ പോയി ചോറൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങുന്നു. ഞങ്ങൾ അപ്പം ചെന്നിട്ട് നമ്മൾ പുറത്തു പോയാൽ കഴിക്കുന്നത്, നന്ദും കൂടി വന്നാൽ മതി. അപ്പോട്ടൻ 8 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് 8 മണി കഴിഞ്ഞ് 8:30 ആയി, 9 മണി. അങ്ങനെ നന്ദും വന്ന് ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. പെട്ടെന്നൊരു ടപ്പിന്ന് വന്നൊരു മഴയും പെയ്തു. പിന്നെ മഴയൊക്കെ ഞാൻ കാരണത്തിലല്ലേ, മഴ നനയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, ഈ മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ രാത്രി ഭക്ഷണമാണ് മന്തി. മന്തി വിട്ടൊരു കളിയില്ല. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അല്ലാസ് മന്തിക്കടയിൽ എത്തി. ലൊക്കേഷൻ വരുന്നത് കായംകുളത്താണ്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ വിവരിച്ചു. അങ്ങനെ മന്തിക്കട എത്തി, കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്ത് കഴിഞ്ഞപ്പോൾ ഇതെന്താടാ കല്യാണത്തിന് വന്നതാണ്, അമ്മാതിരി തിരക്ക്. മണി 10:30 കഴിയുകയും ചെയ്തു. ഇനി എങ്ങാനും മന്തി തീർന്നാലോ എന്നുള്ള ടെൻഷനിൽ വേറെ ആരുടെ ഓർഡർ എടുക്കാൻ പോയ ചേട്ടനെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഞങ്ങളുടെ ഓർഡറും കൊടുത്തു. അപ്പോഴത്തേക്ക് ഓൾറെഡി ഷവായി മന്തി തീർന്നായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എഴുന്നേറ്റ് അവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ സുനിയമ്മ അച്ഛനും കൂടെ കയറി അവിടെ സീറ്റ് പിടിച്ച് അവിടെ വേറെ കൊണ്ടല്ല, അവിടെ വേറെ ആരെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെല്ലാവരും അവിടെ കയറി ഇരുന്നിട്ട് ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നില്ല. ചോദിച്ചു ബാക്കി ഐറ്റംസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വിശപ്പ് കാരണമായിരിക്കും എന്തായാലും നന്ദും കൂടെ അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തിന്നുന്നുണ്ട്. അച്ഛൻ അവിടുത്തെ പാത്രം എടുത്ത് ഹെത്തുവിന് ചെണ്ടയൊക്കെ കൊട്ടി കൊടുത്തവഴി അങ്ങനെ കാത്തുകാത്തിരുന്ന് നമ്മുടെ മന്തി കണ്ട ആവേശത്തിലെല്ലാം കൂടെ പാത്രത്തിലോട്ട് ചോറൊക്കെ എടുത്തിട്ട് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ ബർത്ത്ഡേ സുനിയമ്മയുടെ ആണല്ലേ, കേക്ക് മുറിച്ചില്ലെന്ന്. എല്ലാ വട്ടം ക്രീം കേക്ക് മുറിക്കുന്ന സുനിയമ്മ ഈ വട്ടം മന്തി കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആകും. പിന്നെ അങ്ങോട്ട് എല്ലാ എണ്ണം തീറ്റോട് തീറ്റ. ജെല്ലിക്കട്ടും റിബും തവമന്തി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. റൈസിലോട്ട് കുറച്ച് മയണൈസ് ഒഴിച്ച് ചിക്കനും വെച്ച് ഒരു കുക്കുമ്പറിന്റെ കഷ്ണമൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം വായിൽ വെള്ളം ഒഴുകുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല കിഡിലും ടേസ്റ്റാണ്. ജെല്ലിക്കട്ടിനും തവയ്ക്കും എല്ലാത്തിനും. റിബു പിന്നെ ഞാൻ കഴിച്ചില്ല, നന്ദു ആ പട്ടി ഒറ്റയ്ക്ക് തിന്ന് അവൻ ഇല്ല. തവമന്തിയെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വയ്യ, നല്ല കിഡിലും ടേസ്റ്റാണ്. ആരെങ്കിലും കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ അൽനാസിലോട്ട്. അങ്ങനെ മന്തിയെല്ലാം തിന്നതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒരു ലൈമും ഓർഡർ ചെയ്ത് ലൈമും കുടിച്ച് അങ്ങനെ വയറും നിറഞ്ഞ് ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ദാണ്ടട അവിടുത്തെ ചൈനക്കാരെ സ്റ്റാഫൊക്കെ ഹെത്തുനെ കണ്ടിട്ട് ഹെത്തുന്റെ അടുത്തോട്ട് വന്ന് കുറെ നേരം ഹെത്തുനെ പറഞ്ഞ് കളിപ്പിച്ച്. ഞാൻ പറയുന്നത് അവർക്കും അവർ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാലും ചിരിച്ചോടങ്ങുന്ന ഹെത്തുനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹെത്തുനെല്ലാം മനസ്സിലായെന്നുള്ള രീതിയിൽ അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഹെത്തു എല്ലാം കൈയടിച്ച് ചിരിച്ച് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയോടും, ഇനി വീട് ചെന്നിട്ട് സുഖമായിട്ടൊന്നും ഉറങ്ങണം. എന്തായാലും ഞങ്ങൾ അറിയുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നു, അത് പെട്ടെന്ന് അങ്ങ് മാറി. അങ്ങനെ വീട്ടിലെത്തി ഞാനും ഹെത്തും കൊണ്ട് ഹെത്തുവിന്റെ തൊപ്പിയൊക്കെ വെച്ച് കളിച്ച് കുറേ നേരം ഇരിപ്പുണ്ട്. ഇനി ഞാനെങ്ങാനും തൊപ്പി എടുത്താലോ എന്നുള്ള പേടിയിൽ ഹെത്തു അത് മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെ ഈ വട്ടത്തെ സുനിയമ്മയുടെ ബർത്ത്ഡേ ഇങ്ങനെയായില്ല. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ ബൈ.